അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. പ്രാർത്ഥന ദൈവത്തോടെയാണ്, ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. ഇതാണ് യൂസുഫ് അലിയെ വ്യത്യസ്തരാക്കുന്നത്. പണവും പ്രശസ്തിയും പദവികളുണ്ടെങ്കിലും ഒരിക്കലും അദ്ദേഹം അത് മറന്ന് പ്രവർത്തിക്കാറില്ല. പുനലൂർ ഗാന്ധി ഭവനിൽ നിന്നുള്ള ദൃശ്യങ്ങളുടെ ഒരു ചെറിയ ഭാഗമാണ് നിങ്ങൾ കണ്ടത്. അദ്ദേഹത്തിൻ്റെ കാശ് കൊടുത്ത് 5 കോടിയിൽ പരം രൂപ ചെലവാക്കി നിർമ്മിച്ച ആ കെട്ടിടത്തിൻ്റെ പ്രാർത്ഥനാ ഹാളിൽ തൻ്റെ ഫോട്ടോ പതിപ്പിച്ചിട്ടുണ്ട് എന്നറിഞ്ഞപ്പോൾ അത് പാടില്ല എന്ന് ആവശ്യപ്പെടുന്ന അതിവിശാല ചിന്താഗതിയുടെ ഉദാഹരണമാകുന്ന ഇടപെടൽ അത് അങ്ങ് ഇവിടെ സൂചിപ്പിച്ചപ്പോൾ വലിയ സന്തോഷമുണ്ട്. അപ്പൊ എന്റെ ഫോട്ടോ എടുത്ത് മാറ്റണം. പ്രാർത്ഥന ദൈവത്തോടെയാണ്, ദൈവത്തിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ. അല്ല, എന്നെ നോക്കിക്കൊണ്ട് പ്രാർത്ഥിക്കണം. അപ്പൊ ആയതുകൊണ്ട് മാറ്റിയ ആരൊക്കെ ദൈവത്തിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ ചിത്രങ്ങൾ ഇവിടെ അല്ല, അത് 3 വെച്ചു. ഇല്ല, ചിത്രങ്ങളില്ല. ചിത്രമില്ലാത്ത ദൈവമാണ്, മനസ്സിലാണ് ദൈവം. അങ്ങേക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനകളും മാറ്റും. അങ്ങേക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഗാന്ധി ഭവന്റെ സ്നേഹരാജ്. അത് നോക്കി പ്രാർത്ഥിക്കില്ല. എന്നെ നിങ്ങൾ മലയാളത്തില് ദൈവത്തിന്റെ മുന്നിൽ മനസ്സിലായില്ല. നമ്മളും നിങ്ങളൊക്കെ ദൈവത്തിന്റെ അടിമകളാണ്, ദൈവത്തിന്റെ അടിമകളാണ്. ദൈവപുത്രനാണ് എന്ന് ഞാൻ ഒരിക്കൽ സാറിന് കത്തെഴുതിയപ്പോൾ എന്നെ വിളിച്ച് പറഞ്ഞ് ഞാൻ ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ അടിമയാണ്. മഹാനായ ഈ മനുഷ്യ സ്നേഹിക്ക് എല്ലാ ഭാവങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഗാന്ധി ഭവന്റെ സ്നേഹരാജ് 2004 ആരംഭിച്ച മാസികയാണ്, മലയാളത്തിലെ ആദ്യത്തെ ജീവകാരുണ്യ മാസിക. ഈ ലക്കം അങ്ങ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇത് അങ്ങയുടെ ഒരു സ്പെഷ്യൽ പതിപ്പായിട്ടാണ് ഇത് പ്രസിദ്ധീകരിച്ചത്. ഇത്തരം കാഴ്ചകൾ നമ്മുടെ നാട്ടിൽ പതിവുള്ളതല്ല. കാര്യം പണം മുടക്കി പ്രശസ്തിക്ക് വേണ്ടി ഓരോരോ കോപ്രായങ്ങൾ കാട്ടുന്നിടത്താണ് ഇത്തരം വ്യത്യസ്തമായ ഇടപെടലിലൂടെ ബിംബവൽക്കരിച്ചുള്ള പ്രത്യേക സ്വീകരണങ്ങളൊന്നും തനിക്ക് ആവശ്യമില്ലെന്ന് തുറന്നു പറയാൻ കഴിയുക. എന്തായാലും യൂസുഫ് അലി ഗാന്ധി ഭവൻ സന്ദർശിക്കുന്ന വേളയിൽ നടത്തിയ ഈ ഇടപെടൽ അത് സോഷ്യൽ മീഡിയയിൽ വലിയ ശ്രദ്ധ നേടിയിട്ടുണ്ട്. സാധാരണഗതിയിൽ പ്രശസ്തി ആഗ്രഹിക്കുന്നവർ ഒരിക്കലും ചെയ്യാത്ത കാര്യമാണ്. എല്ലായിടങ്ങളിലും തൻ്റെ ചിത്രങ്ങൾ വേണമെന്ന് വാശി പിടിക്കുന്ന കാലഘട്ടത്തിൽ ചില സ്വകാര്യ ഇടങ്ങളിൽ അതൊന്നും പാടില്ല എന്ന നിർബന്ധ ബുദ്ധി അത് പലർക്കും മാതൃകയാകും. ഇതൊക്കെ തന്നെയാണ് ഒരു വ്യക്തിയെ മനുഷ്യർക്കിടയിൽ വ്യത്യസ്തനാക്കി നിർത്തുന്നത്. എന്തൊക്കെ ഉണ്ടെങ്കിൽ എന്താ, അതിനപ്പുറത്തേക്ക് ചില മാനവിക ഇടപെടൽ, ചില മനുഷ്യത്വപരമായിട്ടുള്ള ചിന്തകൾ, പ്രവർത്തനങ്ങൾ, ഇതൊക്കെ അടയാളപ്പെടുത്തുള്ളൂ. ഇത് മാത്രമേ അടയാളപ്പെടുത്തി കാലം മുന്നോട്ട് പോകുള്ളൂ. ഇത്തരം ഒരു വിശാല ചിന്താഗതി തുറന്നു കാട്ടിയ യൂസുഫ് അലിക്ക് നിറഞ്ഞ അഭിനന്ദനം.